ആര്യപുത്ര, ഈ സ്വർണ്ണമാനിന്റെ ഹൃദയം കവരുന്നു. ആ മാനിനൊപ്പം കളിച്ചു വിളയാടാൻ എനിക്ക് കൊതിയാവുന്നു. അതിനെ കിട്ടിയാൽ ഇവിടെയെന്നല്ല, നമ്മൾ അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ അവിടെയും ഒരു കൗതുക കാഴ്ചയാകുമിത്. എനിക്ക് വേണ്ടി അങ്ങ് ഇതിനെ പിടിച്ചുകൊണ്ടുവരില്ലേ പ്രഭു? നോക്കാം ദേവി. ലക്ഷ്മണ, ഈ മാനിനെ സീത എത്ര കണ്ട് മോഹിക്കുന്നു എന്ന് നോക്കൂ. ഇത്ര രൂപസൗന്ദര്യമുള്ളൊരു മൃഗം സ്വർഗത്തിൽ പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജ്യേഷ്ഠ ഞാൻ പറഞ്ഞത്, ഇതേതോ മായാവി രാക്ഷസന്റെ വിദ്യയാണ്. അതിന് പിറകെ പോയി സമയം വ്യർത്ഥമാക്കാതിരിക്കൂ ജ്യേഷ്ഠ. ലക്ഷ്മണ, ഇതൊരു മായാവി രാക്ഷസനാണെങ്കിൽ അവനെ വധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതല്ല, ഇത് യഥാർത്ഥ മൃഗമാണെങ്കിൽ അതിനെ സീതയ്ക്ക് വേണ്ടി പിടിച്ചുകൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. ആര്യപുത്ര, അതിനെ ജീവനോടെ ലഭിച്ചാൽ എനിക്കേറെ സന്തോഷം. അതല്ല, ജീവനോടെ പിടിക്കാനാകുന്നില്ലെങ്കിൽ അതിന്റെ തോലെങ്കിലും എനിക്ക് വേണം. സ്വർണ്ണവർണ്ണാഞ്ചിതമായ ഈ മാൻതോൽ ഇളം പുല്ലിൽ വിരിച്ചതിലിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭു. സീതേ, ഭവതിയുടെ മോഹങ്ങൾ എന്നും എന്നെ പ്രചോദിപ്പിക്കുന്നവയാണ്. ഈ സ്വർണ്ണമാനിനെ ഒന്നുകിൽ ഞാൻ ജീവനോടെ പിടിക്കും, അല്ലെങ്കിൽ നിഗ്രഹിക്കും. എല്ലാം ഭവതിയുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനു വേണ്ടി. ഉണ്ണി ലക്ഷ്മണ, പറയൂ ജ്യേഷ്ഠ. ഞാൻ ഈ മാനിനെ പിന്തുടരുകയാണ്. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയ്ക്ക് സുരക്ഷയൊരുക്കി ഇവിടെ തന്നെ നിന്നുകൊള്ളൂ. ശരി ജ്യേഷ്ഠ. ഇതൊരു മാനായിരിക്കാൻ ന്യായമില്ല. ഏതോ മായാവി രാക്ഷസൻ മാനിന്റെ വേഷം ധരിച്ചു വന്നതാവണം. അവസാനിപ്പിച്ചേക്കാം. ആര്യപുത്രനെ കാണുന്നില്ലല്ലോ കുമാര. മനുഷ്യനെ പിടിക്കാൻ പോയതായിരുന്നെങ്കിൽ അദ്ദേഹം നിഷ്പ്രയാസം പിടിച്ചുകൊണ്ടുവന്നേനെ. ഇത് മാനിന്റെ പുറകെയല്ലേ? മാനിനറിയോ ഇത് ശ്രീരാമചന്ദ്രനാണെന്ന്? അദ്ദേഹം വരും ജ്യേഷ്ഠത്തി. മാനിനെ ജീവനോടെയോ കൊന്നിട്ടോ അദ്ദേഹം കൊണ്ടുവരും. അതോർത്ത് ജ്യേഷ്ഠത്തി ഉത്കണ്ഠപ്പെടേണ്ട. സീതേ, ലക്ഷ്മണ, ഈ രാക്ഷസപ്പടയിൽ നിന്ന് എന്നെ രക്ഷിക്കൂ. സീതേ, ലക്ഷ്മണ, എന്നെ രക്ഷിക്കൂ. സീതേ, സീതേ. രാക്ഷസന്മാരുടെ ഓരോ മായാവിലാസങ്ങളെ ജ്യേഷ്ഠന്റെ ശബ്ദമനുകരിച്ച് വിലപിക്കുന്നു. എന്നെ രക്ഷിക്കൂ. ലക്ഷ്മണ, എത്ര നിസ്സാരമായാണ് നീ സംസാരിക്കുന്നത്. ജ്യേഷ്ഠൻ അപകടത്തിൽപ്പെട്ട് നിലവിളിക്കുമ്പോൾ എങ്ങനെയാണോ സംസാരിക്കേണ്ടത്? മഹാവനമധ്യത്തിൽ ജ്യേഷ്ഠൻ ആപത്തിൽപ്പെട്ട് കിടക്കുകയാവും. പോകൂ, എത്രയും വേഗം ചെന്ന് ജ്യേഷ്ഠനെ രക്ഷിക്കൂ. ഇല്ല ജ്യേഷ്ഠത്തെ, ഒരു രാക്ഷസനും ജ്യേഷ്ഠനെ ഒന്നും ചെയ്യാനാവില്ല. ജ്യേഷ്ഠത്തെ സംരക്ഷിച്ച് ഇവിടെ നിന്നുകൊള്ളാനാണ് ജ്യേഷ്ഠന്റെ കൽപ്പന. ഞാൻ അനുസരിക്കുന്നു. ജ്യേഷ്ഠത്തെ ഭയപ്പെടാതിരിക്കൂ. ജ്യേഷ്ഠൻ ഒരപകടവും കൂടാതെ തിരിച്ചു വരും. ലക്ഷ്മണ, ബന്ധുവിനെ പോലെ ജ്യേഷ്ഠന്റെ ഒപ്പം നിൽക്കുന്ന നീ യഥാർത്ഥത്തിൽ ശത്രുവാണ്. ആപത്തിൽപ്പെട്ട ജ്യേഷ്ഠനെ രക്ഷിക്കാൻ കൂട്ടാക്കാതെ നിസ്സംഗനായി നിൽക്കുന്ന നീ മോഹിക്കുന്നത് എന്നെയാണ്. അതിനുവേണ്ടി നീ ജ്യേഷ്ഠന്റെ നാശം ആഗ്രഹിക്കുന്നു. ദേവി,
വനവാസത്തിന് പുറപ്പെടാൻ ഒരുങ്ങി നിന്ന എന്നോട് എൻ്റെ മാതാവ് ഉപദേശിച്ചത് അവിടുത്തെ അമ്മയെപ്പോലെ കാണണമെന്നാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനപ്പുറം അവിടുന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. പിന്നെ രാമജ്യേഷ്ഠന്റെ കാര്യം, യക്ഷകിന്നര ഗന്ധർവന്മാർക്കോ അസുരന്മാർക്കോ രാക്ഷസന്മാർക്കോ എന്തിന് ദേവന്മാർക്ക് പോലും അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വില്ലേന്തി നിൽക്കുന്ന രാമൻ പ്രതിരോധിക്കാൻ കഴിയാത്ത ബലശാലിയാണ്. രാമസായകമാകട്ടെ ലക്ഷ്യം പിളർക്കാതെ മടങ്ങാത്ത ദിവ്യായുധവുമാണ്. അങ്ങനെയുള്ള ജ്യേഷ്ഠന് അപകടമുണ്ടാവുമെന്ന് ദേവി വൃഥാ ചിന്തിക്കുകയാണ്. ദുഷ്ട, അധമന്മാരിൽ അധമനായിട്ടുള്ളവനെ, ശ്രീരാമചന്ദ്രന് വലിയ ദോഷം വരുന്നത് നിനക്ക് ഹിതകരമാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ വിലാപം കേട്ടിട്ടും നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നിൽക്കുന്നത്. പോ, ഹൃദയമുണ്ടെങ്കിൽ പോയി അദ്ദേഹത്തെ രക്ഷിക്കുക. ദേവി, മൈഥിലി മാതാവേ, അവിടുത്തെ ഓരോ വാക്കും ചുട്ടുപഴുപ്പിച്ച അമ്പുകൾ പോലെയാണ് എന്റെ ചെവിയിൽ പതിക്കുന്നത്. ശ്രീരാമചന്ദ്രനെ ദൈവമായി അറിയുന്നവനാണ് ഞാൻ. അങ്ങനെ തന്നെ അദ്ദേഹത്തെ പൂജിക്കുന്നവനുമാണ് ഞാൻ. ആ എന്റെ ചെവിയിലാണ് ദേവിയുടെ ഈ വാക്കുകൾ വന്ന് ഭവിക്കുന്നത്. ഇതാ പുറപ്പെടുകയാണ് ലക്ഷ്മണൻ. ജ്യേഷ്ഠന് അപകടമുണ്ടായി എന്ന ആശങ്കയോടെയല്ല, മറിച്ച് ദേവിയുടെ അധിക്ഷേപങ്ങൾക്കുള്ള പ്രതിഷേധമായി മാത്രം. വനദേവതമാർ അവിടുത്തെ രക്ഷിക്കട്ടെ. ജ്യേഷ്ഠനോടുകൂടി മടങ്ങിയെത്തുന്ന എനിക്ക് ദേവിയെ ഇങ്ങനെ തന്നെ കാണാൻ സാധിക്കട്ടെ. ഋഷിശ്രേഷ്ഠ, ആസനസ്ഥനായാലും. ദേവി, ഇത്രയ്ക്ക് സൗന്ദര്യമുള്ള ഒരു സ്ത്രീരത്നത്തെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഭവതി രുദ്രദേവന്മാരിൽ ആരുടെയെങ്കിലും ദേവിയാണോ? അതല്ല മരുത്തുക്കളുടെയോ വസുക്കളുടെയോ ദേവിയാണോ? മുനീന്ദ്ര, ഞാൻ വിദേഹ രാജാവായ ജനകന്റെ പുത്രി സീത, ദശരഥ നന്ദനായ ശ്രീരാമചന്ദ്രന്റെ ധർമ്മപത്നി. ഇനി അങ്ങയെക്കുറിച്ച് പറയൂ. ഋഷിസ്വരൂപനായ അങ്ങയുടെ പേരെന്താണ്? ഗോത്രമേതാണ്? സുന്ദരീമണിയായ സീതേ, ദേവന്മാരും അസുരന്മാരുമടക്കം സർവ്വജീവജാലങ്ങളും കേട്ടാൽ തന്നെ ഭയന്ന് വിറയ്ക്കുന്ന ഒരു പേരുണ്ട്, രാവണൻ. 3 ലോകങ്ങളിലും ഭയം വിതയ്ക്കുന്ന രാവണൻ എന്ന രാക്ഷസനാണ് ഞാൻ. മഹാസാഗര മധ്യത്തിൽ ത്രികുടാചലത്തിന്റെ മുകളിൽ ശോഭിക്കുന്ന ലങ്കാ നഗരം, അവിടെ എന്റെ രാജധാനിയുണ്ട്. വരൂ, എന്നോടൊപ്പം വരൂ. അവിടെയുള്ള മോഹനാരാമങ്ങളിൽ നമുക്കൊന്നിച്ചു വിഹരിക്കാം. ലങ്കാധിപ രാവണ, അത്ഭുത പരാക്രമിയും അക്ഷോഭ്യനുമാണ് എന്റെ ഭർത്താവ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹത്തെ അനുയാത്ര ചെയ്യുന്ന ധർമ്മധാരങ്ങളാണ് ഞാൻ. ഓ, എന്നെ മോഹിക്കുന്ന നിന്റെ കർമ്മം വൻശില കഴുത്തിൽ തൂക്കി സമുദ്രം താണ്ടുന്നത് പോലെ ഒന്നാണ്. പോകൂ, ജീവൻ വേണമെങ്കിൽ ഈ ആശ്രമവാടം കടന്നു പോകൂ. സീതേ, നീ പറഞ്ഞില്ലേ രാമൻ, അവനെ കൊണ്ട് എന്തു സുഖമാണ് ലോകൈക സുന്ദരിയായ നിനക്കുണ്ടാവുന്നത്? എന്നെ നോക്കൂ, രാക്ഷസ ലോകത്തിലെ ചക്രവർത്തിയാണ് ഞാൻ. എന്നെ സ്വീകരിക്കൂ, അത് നൽകുന്ന ദിവ്യാനന്ദം പങ്കുവയ്ക്കൂ.
നിർത്ത. ദുഷ്ടബുദ്ധിയായ രാവണ, നീ കാരണം രാക്ഷസ കുലം തന്നെ നശിക്കും. സീതേ, നിന്റെ ഇംഗിതങ്ങൾക്കൊപ്പം ചരിക്കുന്ന വിധേയനും സുമുഖനുമാണ് ഈ രാവണൻ. മൂന്ന് ലോകങ്ങളിലും യശസ് പരത്തിയ ഉത്തമനായ ഒരുവൻ ഭർത്താവാകണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം ചേരൂ. വരൂ. വരാൻ. ജ്യേഷ്ഠ, ജ്യേഷ്ഠ, ലക്ഷ്മണ, നീ എന്താ പോകുന്നത്? എന്തു പറ്റി? സീത എവിടെ? എന്തു പറ്റി ലക്ഷ്മണ? രാക്ഷസന്മാർ ആക്രമിച്ചോ? അവർ സീതയെ കൊണ്ടുപോയോ? അവരെ നേരിടാൻ നിനക്ക് സാധിച്ചില്ലേ? ഇല്ല ജ്യേഷ്ഠ, ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ജ്യേഷ്ഠന്റെ നിലവിളി കേട്ട് തിരക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. നിലവിളിയോ? ലക്ഷ്മണ, ബുദ്ധിമോശമാണ് നീ കാണിച്ചത്. ആ വനമധ്യത്തിൽ സീതയെ തനിച്ചാക്കി പോന്നത് ഒട്ടും ശരിയായില്ല. നിനക്കറിയാത്തതല്ലോ, ഏതൊരു രാക്ഷസൻ വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. എന്നിട്ടും ആ ദുഷ്ടരാക്ഷസന്റെ മൊഴി കേട്ട് നീ ഇറങ്ങി പുറപ്പെട്ടല്ലോ. ഞാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല ജ്യേഷ്ഠ, ജ്യേഷ്ഠത്തെ നിർബന്ധിച്ചയച്ചതാണ്. ഛേ, നീ എന്തിനത് അനുസരിക്കാൻ പോയി? സ്ത്രീകൾ വിവേചന ബുദ്ധിയില്ലാത്തവരാണെന്ന് നിനക്കറിയില്ലേ? സീതയ്ക്ക് എന്ത് സംഭവിച്ചോ ആവും. ജ്യേഷ്ഠ, എനിക്ക് പോരേണ്ടി വന്നു. നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ജ്യേഷ്ഠത്തി അത്രയ്ക്കെന്നെ അധിക്ഷേപിച്ചു. ശരി, എളുപ്പം അങ്ങ് എത്തണം. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് സംസാരിക്കാം. വാ. സീതേ, സീതേ, പുറത്തൊന്നും കാണുന്നില്ലല്ലോ. അകത്തുണ്ടാവും ജ്യേഷ്ഠ. സീതേ, ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി, സീതേ. അകത്ത് കാണുന്നില്ലല്ലോ ലക്ഷ്മണ. ഇനിയിപ്പോ സീതയെ ആരെങ്കിലും കട്ടോണ്ട് പോയതാവൂ? അതല്ല വെറും നേരം പോക്കിന് ഒളിച്ചിരിക്കുന്നതാവൂ? ഒരു പക്ഷേ ചിലപ്പോ ആരെങ്കിലും കട്ടുകൊണ്ട് പോയതായിരിക്കും. എങ്കിൽ അതാരായിരിക്കും? എങ്ങനെ അറിയും? എവിടെ പോയി അന്വേഷിക്കും? അതിപ്പോ ലക്ഷ്മണ, ഞാനിതെങ്ങനെ സഹിക്കും? സീതേ, നീ എവിടെയാണ്? നിന്നെ എങ്ങനെ ഞാൻ കാണും? നിനക്കെന്താ സംഭവിച്ചത്? അസുരന്മാർ നിന്നെ നിഗ്രഹിച്ച് ഭക്ഷിച്ചതാണോ? ദേവി, സീതേ. ജ്യേഷ്ഠ, അരുതാത്തൊന്നും ചിന്തിക്കരുത്. നമുക്ക് ഈ വനം മുഴുവൻ അന്വേഷിക്കാം. ജ്യേഷ്ഠത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല. ശരി, വരൂ. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം.
പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? ലക്ഷ്മണ, അങ്ങോട്ട് നോക്കൂ. ദാമ്പത്യം, കുടുംബം, ഇതൊക്കെ ഭൂമിയെ താങ്ങി നിർത്തുന്ന നെടുംതൂണുകളാണ്. അവയുടെ ആധാരമാകട്ടെ പരസ്പര അനുരാഗമാണ്. ഉലകിന് ജീവചൈതന്യം പകരുന്ന അമൃതാണ് ദാമ്പത്യത്തിലൂന്നിയ അനുരാഗം.